സഗീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ 2 ഏലക്ക, പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, 2 കരയാമ്പൂ, ഈ ഒരു 3 ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പട്ട, കരയാമ്പൂ, ഏലക്ക. ഇതിലേക്ക് തന്നെ 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 5 എണ്ണം ചതച്ചത്, 2 പച്ചമുളക് നടു കീറിയതാണ്. അപ്പോൾ കുറച്ച് ചെറുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറണം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 സബോള, 2 ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വരണം. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സവാള നന്നായി വഴന്ന് വരുന്നത്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി സവാളയും നന്നായി വഴന്ന് വരട്ടെ. സവാള വഴറ്റാൻ വെച്ച് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്ലെയിം സിമ്മിലിടാം. ഞാൻ ഇപ്പോൾ 1/2 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ, ഇതൊന്ന് ജസ്റ്റ് മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളി ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. സിമ്മിലിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേഗം ഈ പൊടികൾ വേഗം കരിഞ്ഞു പോകും. നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി 1 അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം.
ടൊമാറ്റോ കുക്കായി വരും. ഈ മസാലയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിക്കാം. വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയും എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോ ഉള്ളൂ, നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ഇതിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 45 മിനിറ്റ്സ് എങ്കിലും എടുക്കും ചിക്കൻ ഒന്ന് നന്നായി വെന്ത് വരാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ചിക്കൻ തന്നെ വന്ന വെള്ളമാണിത്. നമുക്കിത് ക്ലോസ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ നോക്കാം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ഇതെടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പെരിഞ്ജീരകം കരിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കനിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.